സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വിവാഹ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സഹാനുഭൂതി. ജീവിത സഖിയോട് അവരുടെ വേദനകളിൽ, അവരുടെ കാഴ്ചപ്പാടുകളിൽ അതുപോലെ തന്നെ ഒരു ഫീൽ ഉണ്ടാവുക എന്നതാണ് ഈ സഹാനുഭൂതി. അത് എപ്രകാരം രൂപപ്പെടുത്താമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളെ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ഷോയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ ചുരുക്കമായിട്ടൊന്ന് പരിചയപ്പെടാം പ്ലീസ്. എന്താ പേര്? എൻ്റെ പേര് അനി ജോസഫ്. അനി. മഞ്ജു. മഞ്ജു. വിവാഹിതനായിട്ട് എത്ര വർഷമായി? 22 വർഷം. നല്ല സഹാനുഭൂതി ഉള്ളവരാണോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേരാ? വർഗീസ് തണൽ ആൻഡ് ഷൈനി വർഗീസ്. എങ്ങനെയുണ്ട് സഹാനുഭൂതി? സഹാനുഭൂതി ഉണ്ട്. എത്ര വർഷമായിട്ട് ഈ സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക? 26 വർഷം. 26 വർഷമായി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഹൃദ്യമായ സ്വാഗതം. നിങ്ങളോ? എൻ്റെ പേര് അപ്രേം കല്ലേലി. അപ്രേമാൻ്റെ ഷൈനി. എത്ര വർഷമായി ഈ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു? 30 വർഷമായി. തുടക്കത്തിൽ ഇതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ 30 വർഷമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, രണ്ടു കൂട്ടർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. യെസ്, നിങ്ങൾ? ഡിജോ സെബാസ്റ്റ്യൻ. ഡിജോ. റിക്സി. ഓക്കെ, എത്ര വർഷമായി നിങ്ങളുടെ ഈ സഹാനുഭൂതി ബിൽഡപ്പ് ചെയ്ത് വരുന്നു? 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. സഹാനുഭൂതി അത്രയും വർഷമായെന്ന് അറിയില്ല. എത്ര വർഷമായെന്ന് അറിയില്ല. ഏതായാലും 15 വർഷമായിട്ടില്ലെന്ന് ഉറപ്പാ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അതിന്റെ വളർച്ചയുടെ ചില പടവുകൾ പങ്കുവയ്ക്കാനായിട്ടുണ്ടാവും. നിങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, പലപ്പോഴും വിവാഹിതര് അന്വേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ജീവിത സഖിക്ക് സഹാനുഭൂതി എന്ന് പറഞ്ഞൊരു സാധനം അടുത്തേക്കൂടെ പോയിട്ടില്ല. എനിക്കൊരു വേദന ഉണ്ടായി, പക്ഷെ എൻ്റെ വേദന എൻ്റെ കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല. വളരെ വലിയൊരു വിഷമമാണത്. അങ്ങനെ നമ്മുടെ വേദന മനസ്സിലാക്കാത്ത ഒരു പങ്കാളിയാണ് ഉള്ളതെങ്കിൽ എങ്ങനെ നമുക്ക് ആ പങ്കാളിയെ അത് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ സഹായിക്കാം? അതാണ് നമ്മുടെ ചോദ്യം. ഇതിനുള്ള ഉത്തരം കണ്ടെത്താം. നമ്മുടെ ദമ്പതികൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ചോദിക്കാം. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് നിങ്ങളിത് കണ്ടെത്തുന്നത്? അല്ലേ, സഹാനുഭൂതി ഉള്ള ആളല്ലേ ഡിജോ? ഉണ്ട്. റിക്സിയോട് നല്ല സഹാനുഭൂതി ഉണ്ടാവും. തീർച്ചയായും. റിക്സിക്ക് ഒരു സങ്കടം വന്നാൽ സങ്കടം വരുമോ? തീർച്ചയായിട്ടും സങ്കടം വരും. അത് ഞാൻ ചോദിക്കട്ടെ, റിക്സിയുടെ കാല് മുറിഞ്ഞാൽ വേദനിക്കോ? റിക്സിയുടെ മോൻ കണ്ട് എനിക്ക് മനസ്സിലാവും വേദനിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് എനിക്കും വിഷമം വരാറുണ്ട്. ഇപ്പൊ റിക്സിയുടെ കാല് മുറിഞ്ഞ് 2 സ്റ്റിച്ച് ഇട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? ആ സ്റ്റിച്ച് ഇടുമ്പോൾ ഡിജോയ്ക്ക് വേദനിക്കോ? മാനസികമായിട്ട് എനിക്ക് വേദനിക്കും, എൻ്റെ ശരീരത്തിന് വേദനിക്കില്ല. 2 തരം വേദനയുണ്ട്. ഏത് വേദനയാണെന്ന് എന്നോടൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം കേട്ടോ. ഒന്നാമത്തെ വേദന തലവേദന. ഈ സാധനം എവിടെ നോക്കിയാൽ നടക്കായിരുന്നു. ഇനി ഇതിനെ ആസ്പത്രി കൊണ്ടുപോകണമല്ലോ. ഇനി ആസ്പത്രിയിൽ നിന്ന് തിരിച്ചു വന്ന വീട്ടിലെ ജോലി ഞാൻ ചെയ്യണമല്ലോ. ഒരു തലവേദനയല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? അതെ. അത് ഒന്നാമത്തെ വേദന. രണ്ടാമത്തെ വേദന ഹൃദയവേദന. എൻ്റെ കാല് മുറിഞ്ഞാൽ എനിക്കൊരു വേദന ഉണ്ടാവില്ലേ? സ്റ്റിച്ച് ഇടുമ്പോഴൊക്കെ എനിക്കൊരു വേദന ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ആളുടെ കാല് മുറിഞ്ഞ് സ്റ്റിച്ച് ഇടാൻ പോകുമ്പോൾ എനിക്ക് അതേ ഫീല്, ഹൃദയവേദന. ഏതായിരിക്കും ഡിജോ? എനിക്ക് ആ തുടക്കത്തിലെ തലവേദന ആദ്യം
വിവാഹത്തിന്റെ ആരംഭ നാളില് മിക്കവാറും തലവേദനയൊക്കെയാണ് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വേദനിക്കും. എനിക്ക് വേദനിക്കും, ഒരു കാരണം ഹൃദയവേദന ആ ഒരു ഉണ്ടാകുന്നുണ്ട്. feel എനിക്കും വരും. നിങ്ങൾക്കൊക്കെ സെയിം അല്ലേ? അല്ലേ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു വേദന വന്നാൽ നിങ്ങൾക്ക് വേദനിക്കില്ലേ? തീർച്ചയായിട്ടും. അല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും വേദനിക്കും അല്ലേ? തീർച്ചയായും വേദനിക്കും. അല്ലേ, നിങ്ങൾക്കൊരു വേദന വന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേദനിക്കോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഷൈനി, തോന്നിയിട്ടുണ്ട്. ഷൈനിക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വേദനിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അതെങ്ങനെ തോന്നിയത്? ഒരു ഉദാഹരണം പറയാം. ഞാൻ എനിക്കുണ്ടായ ഒരു കാര്യം പറയാണ്. ആദ്യം വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ അങ്ങനെ തോന്നൂല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ തോന്നി. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ചേട്ടന്റെ പുറത്തൊരു മുഴയുണ്ടായി, ഇച്ചിരി വലുത്. അപ്പൊ അത് കീറണം. ഹോസ്പിറ്റലിൽ ചെന്ന് കീറാനായിട്ട് ആളെ കയറ്റിയേക്കാണ്. അപ്പൊ ഞാനിവിടെ പുറത്തിരിക്കുമ്പോ അപ്പൊ ചേട്ടന്റെ അപ്പനും അടുത്ത് തന്നെ ഉണ്ട്. ഞാനിവിടെ പുറത്തിരിക്കുമ്പോ അവിടെ ഈ കീറല് നടക്കുവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാണ്, ഇപ്പൊ ഇങ്ങനെ കീറണു, ഇതിങ്ങനെ ഞെക്കണു. ആ ഞെക്കണൂന്ന് ആലോചിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ ഞാൻ തല കറങ്ങി. അപ്പോഴത്തേക്ക് അപ്പം പറഞ്ഞ ഈ കുരിശിനെ കൊണ്ടുവന്നത് അബദ്ധമായില്ല, ഇതിനെ വീട്ടിലിരുത്തിയിട്ട് പോന്നാ മതിയായിരുന്നു. അതെ, ചിലരിങ്ങനെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിക്കട കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തലറങ്ങി വീഴുന്നവരുണ്ട്. ഇത് ആലോചിച്ചിട്ട് വീണു. ആലോചിച്ചിട്ടാണ് അപ്പൻ അപ്പൊ തന്നെ നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ 5-6 മാസമൊക്കെ എത്തുമ്പോ നല്ല ബന്ധമാണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പൊ എനിക്ക് വിഷമം വന്നാൽ പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ, ചോദിക്കും, ഷെയർ ചെയ്യും. അപ്പൊ കൊറേ ഭാരം കുറയും. അതെ അതെ അതെ. അപ്പൊ ശരിക്കും മനസ്സിലാക്കാറുണ്ട്. ശരിക്കും നിങ്ങളുടെ അനുഭവം തന്നെയല്ലേ? അല്ലെ, ഒരാൾക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മുടെ മുഖം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാതെ. അപ്രമേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്? ആദ്യ കാലഘട്ടത്തിൽ നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അല്ലല്ല, എങ്ങനെ തോന്നിയിട്ടുണ്ടായില്ലെന്ന്? അതെ, ഇത് നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നു എന്ന് തോന്നിയിരുന്നില്ല. പിന്നീടാണ് തോന്നിയത്. അതെ അതെ. കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേദനകളെ ഞാൻ ഈ അടുക്കളയിലേക്ക് കയറുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശീലമില്ല. കാരണം എന്റെ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. ഈ ആണുങ്ങള് അടുക്കള കയറി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. അവർക്കും പുറമേ ഉള്ള പണി എന്താ വീട്ടിൽ വെച്ചിട്ട് പുള്ളിക്കാരിയാണ് ഈ അടുക്കളയിലെ കുട്ടികളെ കുളിപ്പിക്കുന്നതും ക്ലാസ്സിൽ വിടുന്നതൊക്കെ പുള്ളിക്കാരിയാണ്. നമ്മള് വന്നു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് വായിക്കുക. അത് ശരി. ആള് അടുക്കളയിൽ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴുള്ള വേദനയെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ പത്രമായി തന്നെ. അതന്നെ. ഇതിന് ശേഷം ഞങ്ങൾ തിരിഞ്ഞു താമസിച്ചപ്പോഴാണ് ഇതിന്റെ ദുർഘടവും കാര്യങ്ങളൊക്കെ നമ്മള് സമയത്തിന് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കിയതും സഹാനുഭൂതിയുടെ ഇത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഷൈൻ ചേച്ചി, വീട്ടില് ജോലി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോ ഇയാളിരുന്ന് പത്രം വായിച്ചത് അന്നുണ്ടായ ഫീൽ എന്താ? ദേഷ്യം തോന്നുമായിരുന്നു. ദേഷ്യം തോന്നുമായിരുന്നു. ഇയാൾ എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് തോന്നിയിരുന്നു. പിന്നെ എങ്ങനെ ഇപ്പൊ ഈ രൂപത്തിലാക്കി? ഞാൻ ആദ്യം ചിലപ്പോ ഉച്ചവരെ പേപ്പർ ന്യൂസും മറിച്ചും തിരിച്ചു ഉച്ചവരെ വായിച്ചോണ്ട് അപ്പൊ ഞാൻ വിചാരിക്കേ ഇത്രമാത്രം പഠിക്കാൻ. അയ്യോ. അപ്പൊ ആൾക്ക് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ആൾക്ക് വിചാരിച്ചിരിക്കുക. പക്ഷെ മാറി താമസിച്ചു കഴിഞ്ഞതിന് ശേഷം ആള് പിന്നെ പതുക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ആൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് മാറി പോകണം, അല്ലാതെ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ ആൾക്ക് ക്ഷമയില്ല. അപ്പൊ ആൾ എന്തെങ്കിലും വേഗം ഇങ്ങനെ ചെയ്തിട്ട് അങ്ങ് അതാണ് ആളുടെ നേച്ചർ. അപ്പൊ അത് എനിക്കറിയാം. ആൾക്ക് അടുക്കളയിൽ നിന്ന് അത് ചെയ്യുന്നത് വലിയ താല്പര്യം ഇല്ല, ആളെ കൊണ്ട് അത് ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ കുറിച്ച് പിന്നെ അധികം ചെയ്യിപ്പിക്കില്ല. എന്തെങ്കിലും ഹെൽപ്പിന് വന്നാ ഓക്കെ. അതെ, എങ്ങനെ ഇയാൾ ഈ രൂപത്തിലാക്കിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിനെ ചേച്ചി എന്തെങ്കിലും ചെയ്തോ? അതെ, ഇയാൾ തന്നെ അങ്ങനെ ആയിപ്പോയോ? അങ്ങനെ ആള് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. ഇനി അപ്രമേണ് പറയാട്ടോ എങ്ങനെ മനസ്സിലാക്കിയെന്ന്. അല്ല, ഞാൻ ഇതിന് ശേഷം ഞങ്ങള് സ്വന്തമായിട്ട് ഞാൻ ബ്രൂണൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടത് വന്നു. ബ്രൂണൈ. അപ്പൊ അവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണത് നമ്മള് തന്നെയാ. അവിടുത്തെ ഭക്ഷണം നമുക്ക് പറ്റില്ല. മധുരം പുളിയൊക്കെ. അതെ, അപ്പൊ നമ്മുടെ ഭക്ഷണം നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. എനിക്ക് ഈ അടുക്കളയിൽ പോയി മീൻ നുറുക്കലും കഴുകലും ഒന്നും നമുക്ക് 5 വർഷം കൊണ്ട് ശീലമായി. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായതും. പിന്നീട് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് അതുപോലെ തന്നെ എനിക്ക് ചപ്പാത്തി ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് ചെയ്യണ പൊളച്ച് വരാനായിട്ട് അവിടെ വെച്ച് ശീലിച്ചു. ഹിന്ദിക്കാരുണ്ടായിരുന്നു, അവരോടൊപ്പം നമ്മളും ചെയ്യണ സമയത്ത് അങ്ങനെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അത് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണത് ഇങ്ങനെയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ പുള്ളിക്കാരത്തി
അത് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ സ്ഥിരം നമ്മൾ ചെയ്യണല്ലേ? അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് അതെ. ശരിയാവുള്ളൂ. അത് ശരി. ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നുന്നത് വിവാഹ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സഹാനുഭൂതിയുള്ള പങ്കാളികളാണല്ലേ. ഒരാളുടെ വേദന മറ്റേ ആള് മനസ്സിലാക്കണം. ഇത് വേദന മാത്രമല്ല, ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, പക്ഷെ നമുക്ക് വേദനയിലേക്ക് വരാം. അതായത് നമുക്കുണ്ടാകുന്ന ഒരാളുടെ ഫീല് മറ്റേ ആൾ പെട്ടെന്ന് അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യയുടെ അമ്മ മരിച്ചു. ഒരു പ്രത്യേക ഫീലിലൂടെ അല്ലേ ഭാര്യ കടന്നു പോകുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതനുസരിച്ച് ആളോട് പ്രതികരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിനൊരു പരാജയം വന്നു, ജോലി നഷ്ടപ്പെട്ടു, അത് ഭാര്യയ്ക്ക് ഫീൽ ചെയ്യുക, എന്നിട്ട് അയാളുടെ അതേ ഷൂവിൽ നിന്നിട്ട് നമ്മളും ആ കാര്യത്തെ കാണുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സഹാനുഭൂതി എന്ന് പറയുന്നത്. ഇത് വിവാഹത്തിൽ വേണമല്ലോ, വേണം. പക്ഷേ ഇതില്ലാത്ത ചില ആൾക്കാരുണ്ട്. തുടക്കത്തിലുണ്ടാവില്ല, പിന്നീട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരാളുടെ വേദന മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ എപ്പോഴും കളിയാക്കപ്പെടുന്ന ആൾക്ക് വേദനയുണ്ട്, പക്ഷേ കളിയാക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നില്ല. പൊതുവെ മനുഷ്യൻ്റെ ശാസ്ത്രം അനുസരിച്ചിട്ട് നമുക്ക് ഈ മിറർ ന്യൂറോൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ, കരയുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും. ചിരിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കും ഒരു സന്തോഷം വരും. ഇത് നമുക്ക് നാച്ചുറലായിട്ട് നൽകിയിരിക്കുന്നതാണ്. നാച്ചുറലായിട്ട് എല്ലാ മനുഷ്യർക്കും നൽകിയിരിക്കുന്നതാണ്. എന്നാൽ ചിലർക്ക് ഇതുണ്ടാവില്ല. ചിലർക്ക് എക്സെപ്ഷനലി ചിലർക്ക് ഉണ്ടാവില്ല. ചിലർക്ക് പിന്നീട് വളർന്നു വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ പങ്കാളി എങ്കിൽ എങ്ങനെ നമ്മൾ അയാളിൽ ഈ സഹാനുഭൂതി വളർത്തിയെടുക്കും? ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയൊരു ക്ലൂ ഉണ്ട്. അയാളെ നമ്മൾ അനുഭവിക്കുന്ന അതേ ഫീലിങ്ങിലൂടെ കടത്തിവിടുക അല്ലേ. ഇപ്പം നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, കുറേയേറെ തിരക്കുകളുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ബോധപൂർവ്വം അല്ലാതെയോ ചിലപ്പോൾ നമുക്കൊരു അസുഖം ഒന്നും ചെയ്യാൻ പറ്റാതെയായി, അപ്പോൾ ആൾ തന്നെ ചെയ്യേണ്ട വന്നു. അപ്പം നമ്മൾ അനുഭവിക്കുന്ന അതേ ഫീലിലൂടെ അയാൾ കടന്നു പോവാണ്. സോ അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇത് ഇങ്ങനെ ഒരു ഫീൽ ഉള്ളൊരു കാര്യം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞിട്ടൊരു രോഗം നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു. അപ്പൊ ഷൈനിക്ക് ഇങ്ങനെ ചിക്കൻ ഗുനിയ വന്നു. ചിക്കൻ ഗുനിയ വന്നു കഴിയുമ്പോൾ ഈ കാലിന്റെ കുഴയിലൊക്കെ നീര് വന്നിട്ട് കിടന്നുടന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ 2 ചെറിയ കുട്ടികൾ, ഒരു 15 വർഷം മുമ്പൊക്കെയാണ്, 2 ചെറിയ കുട്ടികൾ. അപ്പൊ ഒരു പണി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവളെ പല്ല് തേപ്പിക്കണൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കസേരയിൽ കൊണ്ട് ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് അടുക്കളയിൽ കയറേണ്ടി വന്നു. അടുക്കളയിൽ കയറി നമ്മൾ ആ ജോലികളൊക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എല്ലാവരും പട്ടിണിയാവും. അപ്പൊ അത് ആ പണികൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എത്രമാത്രം ബുദ്ധിമുട്ട് ആ പണിയിലുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ കൂടെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് തുടങ്ങി ഇന്ന് രാവിലെ വരെ ഞാൻ എപ്പോഴും കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് ചെലവ് ചെയ്യും. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ ആ സഹാനുഭൂതി ഡെവലപ്പ് ചെയ്തു. വേണം. സഹാനുഭൂതി ഇല്ലാതെ എങ്ങനെ പോയാലും നമുക്ക് ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതില്ലെങ്കിൽ അതുപോലത്തെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് താനേ വരാം. വാശി കൊണ്ട് ചെയ്യരുത് കേട്ടോ. വാശി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫലം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ. ഇപ്പോൾ ചിലർക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ മിറർ ന്യൂറോൺ നോർമലി വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മളൊരു എക്സ്പോഷർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലരൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളെ അവർ വലിയ സഹനങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ചില കുട്ടികളെ ചിലപ്പോൾ ക്യാൻസർ സെൻറ്ററിൽ കൊണ്ടുപോകും. ശ്രീചിത്ര അങ്ങനെ അല്ലേ, അവിടെ അങ്ങനെ ഒരു ക്യാൻസർ സെൻറ്റർ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, RCC അവിടെ കൊണ്ടുപോയിട്ട് ഈ വ്യത്യസ്ത രീതിയിൽ ഈ ക്യാൻസർ രോഗബാധയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ അവസരം കൊടുക്കും. അപ്പോഴാണ് ജീവിതത്തിൽ ഇങ്ങനെ, അപ്പോൾ അവർക്കൊരു സഹാനുഭൂതി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അതൊരു ഓപ്ഷനാണ് കേട്ടോ. അതൊരു ഓപ്ഷൻ. വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും? മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് അങ്ങനെ ഒരു സഹാനുഭൂതി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്ന വേദന ചിലപ്പോൾ ആൾ വന്ന സാഹചര്യം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ അപ്രയം ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ 9 മക്കളായിരുന്നുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല. ശരിയാ. പക്ഷെ ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഞാൻ അനുഭവിക്കുന്ന ഫീൽ എന്താണെന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഞാൻ കടന്നു പോകുന്ന ഫീല്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം ഈ വിവാഹ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മറ്റേ ആൾ മനസ്സിലാക്കണമെന്ന്. മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയാൽ ചിലർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? കുറ്റപ്പെടുത്തും. തനിക്ക് എന്നോട് സ്നേഹമുണ്ടോ? താൻ എത്ര നാളായി ഇത് കാണുന്നില്ലേ? എന്നിട്ട് എന്തെങ്കിലും താങ്കൾക്ക് പ്രതികരിക്കാനുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക, കുറ്റം പറയുക. പക്ഷെ അതിന് പകരം ഇപ്പോൾ ഡിജ സൂചിപ്പിച്ചതുപോലെ, ചേട്ടാ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലേ എടി എനിക്ക് നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്,
ഞാനിപ്പോൾ കടന്നു പോകുന്നത് വളരെ വലിയൊരു വിഷമത്തിലൂടെയാണ്. അങ്ങനെ എൻ്റെ ഫീല് കുറച്ചും കൂടി ആൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ, അല്ല ഓരോരുത്തർക്കും ഓരോ ഭാഷയാണല്ലോ, ആ ഭാഷയിൽ ഞാൻ വളരെ നന്നായിട്ട് അവതരിപ്പിക്കാം. അത് രണ്ടാമത്തെ നല്ലൊരു എൻ്റെ മാർഗ്ഗമാണ്. ജീവിതത്തിൽ ഈ സഹാനുഭൂതി വന്നതിൻ്റെ ഒരു കാരണം പലതും റിക്സി പോലെ എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ ഇപ്പോൾ പറയും, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയാറുണ്ട്. അതെ അല്ലേ, അങ്ങനെ അങ്ങനെയാണ് കടന്നു വന്നത്. ശരി, അതെ, റിക്സി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, റിക്സിയുടെ ഫീൽ എന്താണ്, അപ്പോഴാണ് എനിക്ക് ആ ഫീല് മനസ്സിലായത്. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേ. ഇനി വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ സഹാനുഭൂതി വളർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്ലൂ വേറെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫിനൊന്ന് വീട്ടിൽ പോകണം. അതെ. അപ്പോൾ ആൾ വണ്ടി ഓടിക്കില്ല, സ്കൂട്ടർ ഓടിക്കില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, അതിന് വേണ്ടി ഒരു സ്കൂട്ടർ വാങ്ങിച്ചു നോക്കി, പഠിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ പിറയിൽ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്താലും ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നല്ലാണ്ട് ഒരു കാരണവശാലും തിരിക്കില്ല. അപ്പോൾ നിവൃത്തികേടായിക്കുമ്പോൾ ഞാൻ തന്നെ അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ആളെ ഡെയിലി ജോലി കൊണ്ടുവരും. അത് പിന്നെ നമുക്കതൊരു ശീലമായി, കുഴപ്പമില്ല. പക്ഷെ ഒന്ന് വീട്ടിൽ പോകണം. അപ്പോൾ അവിടേക്ക് ബസ് സൗകര്യം കുറവാണ്. അപ്പോൾ ഞാൻ പറയും, നീ പോണി പോയിക്കോളാൻ പറയും. അപ്പോൾ പോണി പൊക്കോളാൻ പറയുമ്പോൾ എന്നാൽ ഞാൻ നാളെ കാലത്ത് പോടുന്ന പറയും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എത്തണതിന് മുമ്പ് തുടങ്ങിയ ആൾ അവിടെ ഇവിടെ കിടന്ന് പണ്ട് പരാതി പറഞ്ഞു കൊടുക്കും. അതായത് എങ്ങനെ തനിയെ പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ അങ്ങോട്ട് മാറി കിടക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ എന്നാ നീ റെഡിയാവും, ഞാൻ ആക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് നടന്ന് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സഹാനുഭൂതി എത്തും. അതായത് നമ്മുടെ അസ്വസ്ഥത, നമ്മുടെ ഫീല് നമ്മൾ കുറച്ചുകൂടിയും എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പങ്കാളിക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ചിലപ്പോൾ സാധിച്ചേക്കാം. ഇനി അതും സാധിക്കാത്ത ആൾക്കാരും ചിലപ്പോൾ കാണും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ സഹാനുഭൂതി രൂപപ്പെടുത്താനായിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമുക്ക് എല്ലാവർക്കും മിറർ ന്യൂറോൺസ് ഉണ്ട്. ഇത് ഫങ്ഷൻ ചെയ്യാതെ പോകുന്നതിന് ചില കാരണങ്ങളുണ്ടാകാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ, ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ദുരനുഭവങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു സ്നേഹം അനുഭവിച്ചിട്ടില്ല. അപ്പം മറ്റൊരാളുടെ സഹനം എന്താണെന്ന്, വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വളരെ റഫ് ആൻഡ് ടഫാണ്, വളരെ എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടില്ല. റിജിഡാണ് അങ്ങനെയുള്ള വരാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാൾ, അയാൾക്ക് സ്വതവേ ദൈവം കൊടുത്തിരിക്കുന്ന ഈ സഹാനുഭൂതി ഇല്ലാത്തതിൻ്റെ കാരണം അയാൾക്ക് ചെറുപ്പകാലത്തുണ്ടായ ചില ദുരനുഭവങ്ങളാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പങ്കാളി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹം കൊടുത്ത് അതിലൂടെ കൊണ്ടുവരാൻ പറ്റും. അയാളുടെ ബ്ലോക്ക് എന്താണെന്ന് തിരിച്ചറിയണം. അല്ലെ, എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ സഹാനുഭൂതി വരാത്തത്? പൊതുവെ ഒരു മനുഷ്യന് ദുഃഖം കാണുമ്പോൾ മറ്റേയാൾക്ക് തോന്നണ്ടേ? ചിലപ്പോൾ അത് അയാൾക്ക് ബാല്യകാലത്തോ വിവാഹത്തിന് മുമ്പേ ഉണ്ടായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ അപ്പൻ മദ്യപാനിയായ അപ്പൻ എന്നും അമ്മയെ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ കയറി പുരുഷന്മാർ ശരിയല്ലെന്ന്. കാരണം ഈ അപ്പൻ പുരുഷനാണ്. അപ്പോൾ ആ പുരുഷനായ ആൾ ചെയ്യുന്നത് കണ്ടിട്ട് പുരുഷന്മാർ ശരിയല്ല. അത് പിന്നെ വളർന്നു വന്നപ്പോൾ വേറെ ചില കുടുംബങ്ങൾ കണ്ടു, എല്ലാം പുരുഷന്മാർ ശരിയല്ല. അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു മുറിവോടുകൂടി വരുന്ന ഒരു സ്ത്രീ ഭർത്താവിന് ചിലപ്പോൾ വേണ്ടത്ര പോലെ അയാൾക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഫീൽ ചെയ്യില്ല, അനുഭവിക്കട്ടെ, ഇവർ ശരിയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം, അല്ലേ? നമ്മൾ അവർക്കൊരു ഫീല് കൊടുക്കണം. പുരുഷൻ ശരിക്കും നീ കണ്ട പുരുഷനല്ല, സ്നേഹത്തിൻ്റെ, കെയറിൻ്റെ, അല്ലെ, അവർക്ക് എന്താണ് മിസ് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ കൊടുക്കണം. അതൊരു വഴിയാണ്. അപ്പോൾ ഒരു പക്ഷേ എല്ലാം വിജയിക്കണമെന്നൊന്നും നിർബന്ധമില്ല. എന്നാലും ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറച്ചും കൂടി ആ എമ്പതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ആ സഹാനുഭൂതി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സഹായമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു സഹാനുഭൂതി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കോമൺ സ്പേസ് രണ്ടുപേരുടെ ഇടയിലും പതുക്കെ കൂടി വരുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ജീവിത പങ്കാളിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും ആ ഫീലിങ്സിലേക്ക് കടന്നു വരാനും ടീം സ്പിരിറ്റ് ചിലപ്പോൾ കുറെ ഗ്യാപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഒരു കോമൺ സ്പേസ്, അത് ചിലപ്പോൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാവാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എവിടെയെങ്കിലും പോയി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതായിരിക്കാം. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഡിജ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്താൽ തോറ്റാക്ക് നമ്മളോട് എമ്പതി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തോറ്റാക്ക് ഉണ്ടാവുമോ? ഇല്ല. അല്ലേ? അതായത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിരിക്കുകയാണ്. വേദനിപ്പിച്ച വ്യക്തിക്ക്, അയാൾ വിക്ടിമാണ്, അയാൾ ഇരയാണ്, മനസ്സിലാകുന്നുണ്ടോ? എന്നെ വേദനിപ്പിച്ച വ്യക്തിയോട് എമ്പതി തോന്നോ? അയാൾക്ക് എന്തെങ്കിലും വേദന വരുമ്പോൾ നന്നായി, അങ്ങനെ തന്നെ വരണം തോന്നിപ്പോവില്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മുറിവുകൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ അതിനെ ഊഷ്മളമാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് മേഖലകളിൽ, അല്ലെ? അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഓക്കെ. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലൊരു ടീം സ്പിരിറ്റ് വളർത്തിയെടുക്കുന്ന മറ്റ് മേഖലകളെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എന്തെങ്കിലും നമുക്കൊരു ഒരു എമ്പതി ഡെവലപ്പ് ചെയ്തെടുക്കാൻ, സഹാനുഭൂതി കൂടെയുള്ള ആക്കില്ല, ഇനി വളർത്തിയെടുക്കാനായിട്ട് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കും ഇത് എങ്ങനെ ഉണ്ടായത്? തന്നെ ഉണ്ടായോ? എങ്ങനെ ഉണ്ടായി അനി ഇത്? എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ ഉണ്ടായി നമുക്കൊരു പിടിയില്ലല്ലേ? ഞാൻ ഇങ്ങനെ പക്ഷെ മഞ്ജുവിന് വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് വേദന തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം പറഞ്ഞ എൻ്റെ ആദ്യ കാലങ്ങളിൽ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. പരാതി? അതായത് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും മഞ്ജു പ്രാർത്ഥിക്കുന്നില്ല. ഓ, എനിക്കതൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു തോന്നലാണ്. അപ്പൊ പ്രാർത്ഥിക്കാത്ത ആളല്ല, പ്രതീക്ഷയ്ക്കനുസരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആള് സിസേറിയനായി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പിന്നെ 3, 4, 5 എല്ലാം സിസേറിയനായിരുന്നു. അപ്പൊ രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞ് ഞങ്ങൾ ഏതോ ഒരു അവസരത്തിൽ ഇതുപോലൊരു പ്രാർത്ഥനയുടെ ഒരു പരിശീലനത്തിന്റെ ഇടയിൽ ഞാൻ ഇവളോട് പറഞ്ഞു, നീ ജീവിതകാലത്ത് നീ ഒട്ടും പ്രാർത്ഥിച്ചില്ലേലും നീ ഈ എടുത്ത ത്യാഗവും വേദനയും അതിന് ഒരിക്കലും പകരം വെക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പ്രതീക്ഷിക്കുന്നത്രയും നീ എത്തിയില്ലെങ്കിൽ നീ എന്റെ ആ പരാതി ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് ഇത് വേദന സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് കൂടുതൽ മക്കൾ വേണം, വേദന ഇവള് സഹിക്കണം. അപ്പൊ മനസ്സുകൊണ്ട് വേദന എത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ എന്റെ ആ ഒരു പരാതി, എനിക്ക് ആ വേദന, ഇവള് വേദന സഹിക്കുന്നത് കണ്ടപ്പോ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ അത് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു. അത് അങ്ങനെ പറഞ്ഞപ്പോ എന്ത് തോന്നി മഞ്ജു? ഈ ഭർത്താവ് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ച പോലെ നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശരി, നിന്റെ ആ ഒരു വേദന അത് തന്നെ വലിയൊരു പ്രാർത്ഥനയാന്ന് പറയുമ്പോൾ, ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നീ അത് ഏറ്റെടുക്കുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി അല്ലേ? ഓക്കെ, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? നല്ലൊരു ഫീലായിരുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനൊരു ഫീല് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? വേറെ എന്തെങ്കിലും? ഇപ്പം നമ്മൾ 3-4 കാര്യങ്ങൾ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. വേറെ എന്തെങ്കിലും അതങ്ങനെ പ്രത്യേകിച്ച് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് പങ്കാളികളുടെ ഇടയിലുള്ളത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഈ സഹാനുഭൂതി ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ലേബർ റൂമില് ഭാര്യ ആയിരിക്കുമ്പോൾ അതിന്റെ പുറത്തുള്ള ഭർത്താവ് അനുഭവിക്കുന്ന ഒരു വേദന, അത് യഥാർത്ഥ സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ കിട്ടാത്ത ഒരാളാണെങ്കിൽ അത് ഹൃദയം കല്ലായിരിക്കും, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കറിയാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചിലർക്ക് സഹാനുഭൂതി, സ്നേഹം ഉണ്ട് എങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, എന്തെങ്കിലും പറയാനായിട്ട്. ചിലപ്പോൾ കുടുംബത്തില് മക്കള് വന്ന് പറയണം, അതെ അമ്മ കുറെ വിഷമിച്ചിരിക്കുകയാണ്, ഇതൊക്കെ സംഭവിച്ചു, പക്ഷെ അത് ചിലപ്പോൾ ഞാൻ മനസ്സിലായില്ലെങ്കിൽ അത് ചിലപ്പോൾ എനിക്കൊരു മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് ആണ്. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു മെന്ററിങ്ങിന്റെ ഭാഗമായിട്ട് മറ്റൊരാൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. മുൻവിധിയില്ലാതെ അതിനെ സമീപിക്കാനായിട്ട് സാധിക്കുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ഇന്നർ ഹീലിംഗിന്റെ പ്രോബ്ലം ആകാം. ഇന്നർ ഹീലിംഗിന്റെ ആ ഒരു മേഖലയിലേക്ക് നയിക്കാനും സഹായിക്കാനും പറ്റുമെങ്കിൽ അത് ഒത്തിരി സഹായകമാകും. അതിന് നമുക്ക് തന്നെ പാർട്ട്ണർക്ക് തന്നെ അതിന് റോൾ എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാം? എന്താ? എൻ്റെ ജീവിത പങ്കാളിയിലുള്ള ഒരു കുറവ് മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റമായിട്ട് പറയുകയാണെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമാകും. സഹാനുഭൂതി ഇല്ലാത്ത സൂചനയാണ്. സ്നേഹമുണ്ട്, ആളോട് ഇഷ്ടമുണ്ട് എങ്കിൽ മറ്റുള്ളവരും അല്ല, സ്നേഹമുണ്ട് എന്നാലും ഞാൻ പറയട്ടെ, നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ വേണ്ടത്ര പോലെ ഇത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിലർക്കുണ്ടല്ലോ അവരുടെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ശേഷിയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവായിരിക്കും. എനിക്ക് തോന്നിയത് ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന, പഴയ കാലത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്ന ഈ കുറവുകൾ, എന്തെങ്കിലും ദുരനുഭവങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ഒഴുകുന്ന ഈ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതായിരിക്കും. ആ തടസ്സം നമ്മൾ മനസ്സിലാക്കി ആ ആളുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ തടസ്സം മാറ്റി കഴിഞ്ഞാൽ ഈ ഫ്ലോ ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തടസ്സം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കെയർ കൊടുത്ത് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യത്തെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും. അതുകൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അതെ, അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ പങ്കാളി നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഈ പങ്കാളി കടന്നു പോകുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ, അതിനകത്തുള്ള ഇമോഷണൽ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് അവരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനും നമ്മളൊരു പ്രത്യേക ബോധപൂർവമായ ഒരു പരിശ്രമം നമ്മൾ നടത്താണ്. അപ്പോൾ ചിലപ്പോൾ അവർ പിക്കപ്പ് ചെയ്യും. ചിലപ്പോൾ എല്ലാം അങ്ങനെ പറ്റുന്നില്ല, പിക്കപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ തന്നെ അവരെ ഒരുപക്ഷെ നമുക്ക് ഇപ്പം നേരത്തെ ഡിജോ പറഞ്ഞില്ലേ, അതായത് നമുക്ക് എൻ്റെ വികാരത്തെ ഒന്ന് തുറന്ന് പറയുക, ഞാൻ എന്താണ് അനുഭവിക്കുന്നത് തുറന്നു. അതുപോലെ അത് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വികാരം എന്താണെന്ന് മനസ്സിലാവണ്ടേ?
അയാൾ ഈ അനുഭൂതി എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിന് അയാളോട് ചോദിച്ച് അയാൾ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനിൽ ഈ അയാൾ കടന്നു പോകുന്ന അനുഭൂതികൾ അല്ലെങ്കിൽ ഫീലിങ്സ്, ഇമോഷൻസ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളവരെ ഒന്ന് സഹായിക്കുക. എന്നിട്ട് അത് നമ്മുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴും അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് വളരാനായിട്ട് സാധിക്കും. എന്നാൽ ചിലർക്ക് ഇതുകൊണ്ടൊന്നും ആവില്ല കേട്ടോ. മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. തെറാപ്പി, ചിലപ്പോൾ നമ്മൾ അവരെ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കോ കൊണ്ടുപോകേണ്ടി വരും. ധ്യാനം, ഇന്നർ ഹീലിംഗ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പല കാഴ്ചപ്പാടുകളിൽ നിന്ന് സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മേഖലയിലൂടെയും നമുക്കവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം വൈകി, നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, വിവാഹ ജീവിതം വിജയിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നല്ല സഹാനുഭൂതിയുള്ള പങ്കാളികളാകണം. ഒരാളുടെ വേദന മറ്റേയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനായിട്ട് സാധിക്കണം. പക്ഷെ ചിലർ നിർഭാഗ്യവശാൽ അവരുടെ അനുഭവങ്ങൾ കൊണ്ടോ അവരുടെ പ്രത്യേകമായ പശ്ചാത്തലം കൊണ്ടോ ഇപ്രകാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനോ ശേഷിയില്ലാത്തവരാകാം. അവരെ സഹായിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പലരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഓൾറെഡി പങ്കുവെച്ച് കഴിഞ്ഞു. ജീവിത സഖിക്ക് ഒരു പക്ഷേ ഈ സഹാനുഭൂതി ഇല്ലാതെ പോകുന്നതിന് കാരണങ്ങളുണ്ടാകാം. ബാല്യകാല അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ചില പ്രതികരണ രീതികളുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം. ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുക. നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഫീലിങ്സിനെ തുറന്ന് പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ അവരുടെ വികാരങ്ങളെയും ഫീലിങ്സിനെയും പ്രകടിപ്പിക്കാൻ അവരെ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനും മാത്രമല്ല അത് തുറന്ന് പങ്കുവെക്കാനും അവരെ പ്രേരിപ്പിക്കുക. അപ്രകാരം ഇനി ഇതൊന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവർക്കൊരു തെറാപ്പി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അതുപോലൊരു സെഷൻ നൽകാനായിട്ട് അവരെ സഹായിക്കുക. ഇതെല്ലാം സഹാനുഭൂതി വളർത്താനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്രകാരം സഹാനുഭൂതി വളർത്തി ബന്ധങ്ങളെ ഊഷ്മളമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ.